Welcome to Book of Recipes. Today we are going to make special crab roast. ഇനി അമ്മ അങ്ങനെ ക്രാബ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞങ്ങളിവിടെ 3/4 കിലോ ക്രാബാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ ബ്രൗൺ കളറിലുള്ള ഷെല്ല് പൊളിച്ചു കളയുക. ദേ ഇങ്ങനെ. ഇനി ഇതിന്റെ പൂ പോലെയുള്ള പാട്ടെടുത്ത് കളയുക. ഇനി അതിന്റെ താരഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ അതിന്റെ ചളിയെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ലെഗ്സ് കട്ട് ചെയ്യുന്നില്ല. ഇനി ഇത് രണ്ടായിട്ട് മുറിക്കുക. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. കുറച്ച് വിനെഗർ ഒഴിച്ച് 15 മിനിറ്റ് വെക്കുക. ഇനി ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം മിക്സിന്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. 2 ടൊമാറ്റോ, 2 സവോള, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു പാനിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് സവോള ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇപ്പോൾ സവോള വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർക്കുക. ടൊമാറ്റോ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രാബ് എടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒന്നും കൂടെ ഇളക്കി 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇതിന്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒന്നും കൂടെ ഇളക്കി അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. ഇനി നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ കുത്തരി ചോറും പയർ മെഴുക്കുവരട്ടിയും മുതിര തോരനും ക്രാബ് റോസ്റ്റും കൂടെ കൂട്ടിയാണ് കഴിച്ചത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കും കൊതിയാകുന്നില്ലേ?